ഓപ്പറേഷൻ ഇപിക്കായി ദല്ലാൽ നന്ദകുമാർ ബി.ജെ.പി. ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത് 1000 കോടി രൂപ. 30 ഇടതുപക്ഷ എംഎൽഎമാരെയും ചില നേതാക്കളെയും പാർട്ടിയിൽ നിന്നും പുറത്തെത്തിക്കാനായിരുന്നു പദ്ധതിയെന്നാണ് പുറത്തുവരുന്ന വിവരം. LDF കൺവീനർ ഇ.പി. ജയരാജനെ മാത്രമായിരുന്നില്ല നന്ദകുമാർ സമീപിച്ചതെന്നാണ് വിവരം. കേരളത്തിൽ CPM നേതൃത്വവുമായി അല്പം അകന്നു നിൽക്കുന്ന നേതാക്കളെ മുഴുവനും നന്ദകുമാർ സമീപിച്ചിരുന്നു. പ്രകാശ് ജാവ്ദേക്കറും ഇ.പി. ജയരാജനും തമ്മിൽ ആക്കുളത്തെ ഫ്ളാറ്റിൽ വെച്ചും ഡൽഹിയിൽ വെച്ചും ഈ നീക്കത്തിന്റെ ഭാഗമായി ചർച്ചകൾ നടത്തി. CPM-ൽ നടപടിക്ക് വിധേയനായ മുൻ മന്ത്രിയും ആലപ്പുഴയിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവായ ജി സുധാകരനെയും നന്ദകുമാർ സമീപിച്ചിരുന്നു. എന്നാൽ ജി സുധാകരൻ ഈ നീക്കത്തെ ആദ്യം തന്നെ എതിർക്കുകയും തുടർ ഭാഷണത്തിനായി വരരുതെന്ന് താക്കീതും നൽകി. എന്നാൽ മിക്ക നേതാക്കളും നന്ദകുമാർ നൽകിയ ഓഫറുകളിൽ അനുകൂലമായാണ് പ്രതികരിച്ചതെന്നാണ് വിവരം. തൃശൂരിൽ BJP സ്ഥാനാർത്ഥിയുടെ വിജയമാണ് BJP പ്രധാനമായും ഇ.പി. ജയരാജന് മുന്നിൽ വെച്ച പ്രധാന ഡിമാൻഡ്. ജയരാജന് കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് ഗവർണറായി നിയമിക്കുമെന്നതായിരുന്നു തിരികെയുള്ള നിർദ്ദേശം. നന്ദകുമാർ മുന്നോട്ട് വെച്ച 1000 കോടി എന്ന ആവശ്യം അംഗീകരിക്കപ്പെടാതെ പോയതാണ് ഓപ്പറേഷൻ ഇ.പി. മുന്നോട്ട് പോവാതിരുന്നത്. വിദേശത്ത് വെച്ച് പണം നൽകണമെന്നായിരുന്നു നന്ദകുമാർ മുന്നോട്ട് വെച്ച മറ്റൊരു നിർദ്ദേശം. CPM നേതാക്കളിൽ ആരൊക്കെയാണ് BJP അനുകൂല നിലപാട് സ്വീകരിക്കുക എന്നതിൽ നന്ദകുമാർ BJP ദേശീയ നേതൃത്വവുമായി സംസാരിച്ചെങ്കിലും അതിലൊരു വ്യക്തതയുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഭാഷാപരമായ പ്രശ്നങ്ങൾ കാരണം ഇ.പി. ജയരാജനുമായി പ്രകാശ് ജാവ്ദേക്കറിന് നേരിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റാതിരുന്നതാണ് ദല്ലാൽ നന്ദകുമാർ BJP നേതൃത്വത്തിന് മുന്നിൽ വൻതുക ആവശ്യപ്പെടാൻ വഴിയൊരുക്കിയത്. BJP ദേശീയ നേതൃത്വം CPM നേതാക്കളുമായി ചർച്ച നടത്തുന്ന വിവരം വ്യക്തമായി അറിയാവുന്നത് ശോഭാ സുരേന്ദ്രനായിരുന്നുവെന്നാണ് അറിയുന്നത്. ഇ.പി. ജയരാജന്റെ മകനുമായി നടത്തിയ ചർച്ചയുടെ വിശദവിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്നാണ് പറയപ്പെടുന്നത്. വിദേശങ്ങളിലടക്കം നടത്തിയ ചർച്ചകളിൽ ധാരണയുണ്ടാവാതെ പോയതിന് പ്രധാന കാരണം നന്ദകുമാർ തന്നെയാണെന്നുള്ള സൂചനയാണ് BJP നേതാക്കളും നൽകുന്നത്. ദല്ലാൽ നന്ദകുമാറുമായി ശോഭാ സുരേന്ദ്രൻ നടത്തിയ ഭൂമി ഇടപാടിലുണ്ടായ വിഷയങ്ങളാണ് ഒട്ടേറെ വെളിപ്പെടുത്തലുകളിലേക്ക് വഴിതിരിച്ചുവിടാൻ വഴിയൊരുക്കിയത്. ഭൂമി ഇടപാടിൽ നിന്നും നന്ദകുമാർ തന്നെയാണ് പിൻവാങ്ങിയതെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ ആരോപണം. BJP ഇ.പി. ജയരാജൻ ഇടപാട് നടത്തിയെടുത്താൽ ലഭിക്കുന്ന കോടികൾ ഉപയോഗിച്ച് വൻതോതിൽ നിക്ഷേപം നടത്താനായി നന്ദകുമാർ നീക്കം നടത്തിയിരുന്നു. അത്തരം പദ്ധതികളുമായി നന്ദകുമാർ മുന്നേറിയെങ്കിലും BJP ദേശീയ നേതൃത്വം അത്രയും പണം നൽകാൻ തയ്യാറായിരുന്നില്ല. ഇതോടെയാണ് നന്ദകുമാർ നിരാശനായത്. കേരളത്തിൽ CPM-ൽ വിഭാഗതി ഉണ്ടാക്കുക മാത്രമാണ് BJP-ക്ക് വളരാനുള്ള ഏക വഴിയെന്ന് BJP ദേശീയ നേതൃത്വത്തിന് വ്യക്തമാണ്. ഇ.പി. ജയരാജൻ BJP നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന ആരോപണം വന്നപ്പോൾ തന്നെ ജയരാജനെ അനുകൂലിച്ച് വാർത്താ സമ്മേളനവുമായി നന്ദകുമാർ എത്തിയത് കൂടുതൽ വിവരങ്ങൾ വെളിയിൽ വരാതിരിക്കാനായിരുന്നു. വിഷയം കൂടുതൽ വിവാദമായതോടെ BJP ദേശീയ നേതൃത്വം നന്ദകുമാറിനെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രനെതിരെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ നടത്തിയ വെളിപ്പെടുത്തലുകളും ദല്ലാളിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദല്ലാൽ നന്ദകുമാർ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് BJP-യുടെ തുടർ നീക്കത്തിനും വൻ തിരിച്ചടിയാണ് നൽകിയത്.